സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ സഹപാഠികൾ ഒന്നുകൂടി കൗണ്ടറിൽ ചെല്ലുക. നമ്മുടെ കൂപ്പൺ ഉണ്ട്, ആ കൂപ്പൺ എടുക്കുക. പ്രാർത്ഥനകൾ പാതയിൽ പൂകളായി വിരിയണം, പൂവിരിഞ്ഞ വീതിയിൽ പുണ്യവീഥികളാകണം, പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണിൻ ബലം, ഈശ്വരനാണിൻ ബലം, ഈശ്വരനാണിൻ ധനം, ഈശ്വരനാണിൻ ബലം. എല്ലാവർക്കും നമസ്കാരം. അനുശോചന പ്രമേയം. ഈ കാലയളവിൽ നമ്മെ വിട്ട് പിരിഞ്ഞ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കലാരംഗത്തെ പ്രഗത്ഭർക്കും നമ്മുടെ സഹപാഠികളായ ജയന്തിനും ചിത്രകാരൻ സുഗതൻ പുത്തഞ്ചിറയ്ക്കും എന്നിവരുടെ വിയോഗം നമ്മുടെ ഈ ഒരു വർഷത്തിനിടയ്ക്കുണ്ടായി. KKTM 86-88 ബാച്ച് തിരികെയുടെ അനുശോചനം എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു. നമ്മുടെ സഹപാഠികളുടെ കുടുംബങ്ങളുടെ വേർപാടിലും സുഗതൻ്റെയും ജയന്തിൻ്റെയും കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ വേർപാടിൽ നമുക്ക് പങ്കുചേരാൻ കഴിഞ്ഞു. നമ്മെ വിട്ടു പിരിഞ്ഞ എല്ലാവർക്കും തിരികെയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിന്ദു ശർമിള മാഡം ഇവിടെ എത്തിയിട്ടില്ല. എങ്കിലും ഞാൻ അവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുവാനായി ഉദയകുമാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇതിൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാൻ പറ്റില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സന്തോഷം. നമ്മുടെ 5ാമത് സംഗമമാണ്. 2020 ജനുവരി മാസം 7-ാം തീയതിയാണ് 86-88 KKTM PDC ബാച്ച് തുടക്കം കുറിച്ചത്. ഞങ്ങൾ 4 പേരാണ് ഈ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. ആ 4 പേരിൽ ഒരാൾ ഇന്ന് നമ്മളൊപ്പം ഇല്ല. 4 പേരിൽ ഒരാൾ ഞാനാണ്. ഒരാൾ ഇപ്പോൾ സൗദിയിലാണ്, സുനിൽ ഗോപി. 2ാമത്തെ ആള് മുംബൈയിലാണ്, ജ്യോതിഷ് പ്രസാദ്. 3ാമത്തെ ആള് പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന നമ്മുടെ കാര്യമാത്രയിലെ കൃഷ്ണന്മാരാണ്. നമ്മളോടൊപ്പം പഠിക്കുന്ന കാലത്തും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമായ വളരെ സൗഹൃദപരമായിട്ടൊക്കെ ഒപ്പം നിന്നിരുന്നൊരു സുഹൃത്തായിരുന്നു കൃഷ്ണന്മാർ. അപ്പം അദ്ദേഹം പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോയി. അത് എനിക്കിപ്പോൾ ഈ നിമിഷത്തിൽ പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയ്ക്കും ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഗ്രൂപ്പ് കെട്ടിപ്പടുക്കാൻ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന വ്യക്തി തന്നെയായിരുന്നു കൃഷ്ണന്മാർ. അതുകൊണ്ടാണ് വീണ്ടും ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പേരോട് സ്മരിക്കുന്നത്. പിന്നെ സന്തോഷം. പല രീതിയിലുള്ള മെസ്സേജുകളും കമ്മ്യൂണിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് അധ്യക്ഷനാവുക എന്നുള്ളതാണ്. ഈ ഒരു സദസ്സിൻ്റെ അധ്യക്ഷനാവുക എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് ഔപചാരികത ഒന്നും വേണ്ട. നമ്മളെല്ലാം സഹപാഠികളാണ്. എല്ലാവർക്കും നന്ദിയും നമസ്കാരം പറഞ്ഞ് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിചാരിച്ചു സുധൻ നിങ്ങളുടെ ആരെയാണ് പറയണേന്ന്. പിന്നെ തോന്നി പോരല്ലോ എന്ന് എന്നെയാണെങ്കിൽ. സമയക്കുറവുകൊണ്ടായിരിക്കും സുധൻ അത്രയും പറഞ്ഞുള്ളൂ. ഞാനാണ് ശ്യാമള. ഇത്രയൊക്കെ പറയാൻ എനിക്കറിയാമോ. ഒരു 4 പേജ് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതി തന്നിട്ടുണ്ട്.
നിങ്ങൾക്കറിയാലോ, ഞാൻ പഠിക്കാൻ അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല, എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ല. ഒരു 10:53 ഞാൻ തിരികെയുടെ ഗ്രൂപ്പിൽ നമ്മളുടെ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിലിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് നോക്കിയാൽ മതി. ഞാനിവിടെ നിന്നിങ്ങനെ വായിച്ച് സമയം കളയുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ തിരികെയുടെ പ്രോഗ്രാമുകൾ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദയൻ നടനാണെന്ന് ഉദയൻ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെല്ലാവരെയും നല്ല നായികയോ നായകന്മാരൊക്കെ ആയിട്ട് നിങ്ങൾ നേരത്തെ കണ്ടുവെക്കേണ്ട. നമ്മൾ സുഹൃത്തുക്കൾ ചെയ്യുന്ന പോലെ മതി, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുള്ളൂ. ഇന്ന് ഇപ്പോഴും കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ, എത്താമെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരും തിരക്കിലായിരുന്നു, എങ്കിലും എല്ലാവരും എത്തിച്ചേരുന്നതിനെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഇനിയും ഭംഗിയാക്കാൻ നമ്മളെല്ലാവരുടെയും സഹായങ്ങൾ ആവശ്യമാണ്. കണക്കുകൾ അവതരിപ്പിക്കുന്നതിനായി ലെനിനങ്ങളുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ, കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് ഞാൻ കണക്കുകൾ അധികം നേരം നിന്ന് സംസാരിക്കാൻ പറ്റാത്തത് ഇരുന്നുകൊണ്ട് വായിക്കാം. കഴിഞ്ഞ വർഷത്തെ സംഗമ ചെലവ് 1,16,207 രൂപ. നമ്മുടെ സഹപാഠിക്ക് ഒരു സഹായം എന്ന നിലയിൽ 7 പേർക്ക് 55,000 രൂപ നമ്മൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോയിൻറ്റ് മീറ്റിംഗ്, കഴിഞ്ഞ കമ്മിറ്റി പുതിയ കമ്മിറ്റി ചേർന്നത് ജോയിൻറ്റ് മീറ്റിംഗ് നമുക്ക് 7,760 ചിലവ് വന്നുണ്ട്. ഈസ്റ്റർ വിഷു 1,375 രൂപ ചിലവ് വന്നുണ്ട്. റീത്ത് 2,100 രൂപ ചിലവ് വന്നുണ്ട്. പിന്നെ കല്യാണത്തിന് നമ്മൾ മൊമെൻ്റ് കൊടുക്കുന്നു, ക്യാഷ് പ്രൈസ് കൊടുത്തതുകൊണ്ട് നമുക്കൊരു 4,400 രൂപ ചിലവ് വന്നുണ്ട്. ഓണം സെലിബ്രേഷൻ 2,23,097 രൂപ ചിലവ് വന്നുണ്ട്. 22,397 സോറി. ടൂറ് 29,630 രൂപ നമുക്ക് ചിലവ് വന്നുണ്ട്. അതിൽ നമ്മൾക്ക് നല്ലൊരു ഇത് പറയാനുള്ളത്, നമ്മൾ ടൂർ സംഘടിപ്പിക്കാതെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അതിൽ നിന്നൊരു നല്ലൊരു സംഖ്യ നമ്മുടെ സഹപാഠികൾ കൈത്താങ്ങിലേക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നതിൽ അഭിമാനം കൊള്ളുന്നു. അങ്ങനെ 2,38,779 രൂപയാണ് നമുക്ക് ചെലവ് വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ. അടുത്തതായിട്ട് വരവാണ്. നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കഴിഞ്ഞ വർഷത്തിൽ കിടക്കുന്ന 6,547 ബാങ്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 3,399 രൂപ ബാങ്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡൊണേഷൻ കിട്ടിയത് 1,52,687 രൂപ. രജിസ്ട്രേഷൻ ഫീ ഇനത്തിൽ 65,577 രൂപ. നമ്മളുടെ സഹപാഠികൾ കൈത്താങ്ങിലേക്ക് സഹായമായി തന്നിട്ടുള്ള പൈസ പറയുന്നത്. ഒരു സഹപാഠി 1,000 രൂപ, വീണ്ടും ഒരു സഹപാഠി 1,000 രൂപ, പിന്നെ ഒരു സഹപാഠി 1,001, പിന്നെ ഒരു സഹപാഠി 1000, പിന്നെ ഒരു സഹപാഠി 1000, പിന്നെ ഒരു 1000 രൂപ കൂടെ, പിന്നെ ഒരു 1000, അങ്ങനെ പലതായിട്ട് നമുക്ക് പൈസ തന്നിട്ടുണ്ട്. അതിൽ ടോട്ടൽ ഇപ്പോൾ നമ്മൾ ബാലൻസ് 1,32,932 രൂപ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് ഇപ്പോൾ. ഇതാണ് നമ്മുടെ വരവ് ചെലവ് കണക്ക്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്, വാങ്ങി നോക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമസ്കാരം. കൊണ്ട് സഹപാഠികളുടെ സൗഹൃദം തീർത്തും എല്ലാവരിലും ഉണരട്ടെ എന്നാഗ്രഹിക്കുന്നു.
സഹപാഠികളെ, ഇത്തരമൊരു കർമ്മം ചെയ്യാൻ ഞാൻ അർഹനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ എന്താ പറയുക, അവിചാരിതമായി വീണ് കിട്ടിയതാണെങ്കിലും ഈ കർമ്മം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ്. പിന്നെ അലുമിനി സെക്രട്ടറി എന്ന പദവി അത് ഉദയൻ പറഞ്ഞു, അത് നമുക്ക് അങ്ങനെയല്ല, നല്ല രീതിയിൽ കൊണ്ടുപോകണം തന്നെയാണ് നമ്മുടെ ബാച്ചിലെ ആഗ്രഹം. ശരി, അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് തന്നു. എനിക്ക് ചെയർമാനാവാൻ താല്പര്യമുണ്ട് എന്ന മെസ്സേജ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ എഴുതുകയുണ്ടായിരുന്നു. ആ മെസ്സേജ് സത്യസന്ധമായിരുന്നില്ല. കാരണം അത് അന്ന് തീരുമാനിച്ച പ്രകാരം ഞായറാഴ്ച ഇവിടെ കോളേജിലെത്തുകയും അതേമാതിരി ഒരു 10 20 പേരോ 26 പേരോ മറ്റോ ഇരുന്നിട്ട് നമ്മൾ മറികടന്നു. അതായത് ടീച്ചറുടെ കാര്യങ്ങൾ കേട്ടു, നമ്മുടെ കാര്യങ്ങൾ ചെയ്തു, എല്ലാവരുമായി ഇന്ന് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു അലുമിനി നമ്മളോട് നടത്തിക്കൊണ്ട് പോകുന്നു. ഈ അലുമിനിയുടെ കാലാവധി അധികമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ അല്ല. കാരണം ഇത് സെക്രട്ടറി എന്നുള്ള പൊസിഷനിൽ ഇതിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള റെഡ് ടൈപ്പ് മാനേജ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. PC ബാബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഞാൻ പതിയും പറയുന്നില്ല. നല്ലൊരു കർഷകനാണ്, ആറ്റക്കിളികളുമായി പടപൊരുതുന്ന നല്ലൊരു കർഷകനാണ് പിണ്ടാളിപ്പാടത്ത്. അതോടൊപ്പം തന്നെ ഒരു ജനങ്ങളോടൊപ്പം, ഓരോ മനുഷ്യനോടൊപ്പം എപ്പോഴും കൃഷിയോട് മാത്രമല്ല പൊതുപ്രവർത്തനത്തിൽ വളരെയധികം സജീവമാകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ PC ബാബു. ഒരു പ്രാവശ്യം ഒരു 5 വർഷം മുന്നേ 10 വർഷം മുന്നേ പുത്തഞ്ചിറ പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. വീണ്ടും ഒരു പ്രാവശ്യം മത്സരിച്ച് തോറ്റു. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ പ്രദേശ തെരഞ്ഞെടുപ്പിൽ നല്ല അത്യാവശ്യം തളക്കമായ വിജയമാണ് PC ബാബു കൈവരിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ കൂടെ വേറൊരു സഹപാഠിയുമുണ്ട്, പ്രദീപ്. പുള്ളി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുള്ളി എത്തുന്നു വിചാരിക്കുന്നത്. അപ്പോൾ PC ബാബുവിനുള്ള ആദരം നമ്മുടെ സെക്രട്ടറി ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ആദരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് കൈയടി കൊടുക്കുക. നമ്മുടെ സഹപാഠികൾക്ക് ഇങ്ങനെയുണ്ടാകുന്ന മികച്ച ഇങ്ങനെയുള്ള മികവിനാണ് ഇങ്ങനെയുള്ള ആദരവ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു. തിരികെയുടെ ഈ ആദരവ് ചടങ്ങിന് തിരികെയുടെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നാടകം അഭിനയിക്കാനായിട്ട് മേക്കപ്പ് വേറെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എത്രയും പെട്ടെന്നാണ് ചെല്ലാൻ പറഞ്ഞേക്കണത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നിർത്തുന്നു. സഹപാഠി സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇവിടെ വേദിയിലും അധ്യക്ഷനായിട്ടിരുന്ന ഉദയൻ, സെക്രട്ടറി ശ്യാമള, ലെനിൻ, പിന്നെ നമ്മളെ അലുമിനിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനമായിട്ടുള്ള റോയ്, അനിത, എല്ലാവർക്കും ഈ നമ്മുടെ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ നമ്മുടെ സഹപാഠി സുഹൃത്തുക്കൾക്കും അടുത്ത പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം കളയാത്ത രീതിയിൽ സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി നമ്മുടെ സാംസ്കാരിക പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മൾ കലാപരിപാടികളാണ്. ഇതോടൊപ്പം നമ്മുടെ കൂപ്പണുകൾ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നറുക്കെടുപ്പ് കൊടുത്തതിൽ 100 രൂപ നേടിയ ഹരിലാൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയും നീ കരുണാസാഗരമേ. ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം കല്ലായി മറഞ്ഞാലും
കരളിൽ തെളിയും നീ കരുണാസാഗരമേ. രാജരാജേശ്വരി നിന്റെ രാജാങ്കണം രാഗാദ്രമാമി പ്രപഞ്ചം. രാജരാജേശ്വരി നിന്റെ രാജാങ്കണം രാഗാദ്രമാമി പ്രപഞ്ചം. വാനിലും മണ്ണിലും പുല്ലിലും പൂവിലും കാണുന്നു നിൻ മന്ദഹാസം. വാനിലും മണ്ണിലും പുല്ലിലും പൂവിലും കാണുന്നു നിൻ മന്ദഹാസം. അമ്മേ 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 അടിയനു ദർശനം തരണേ. ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം. കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയും നീ കരുണാസാഗരമേ. സാമഗാനപ്രിയ നിന്റെ തലോടലിൽ പൂച്ചോടും തീമണൽ കാടും. സാമഗാനപ്രിയ നിന്റെ തലോടലിൽ
ഇരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതിൽ മധുര പാത്തിരി വെക്കണം. മാവ് വേണം എണ്ണ വേണം പൂവാലി പശുവെ പാത്തരണം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിത്തിരി എഴുതേണം. കാപ്പു വേണം കാത്തള വേണം കസവിൻ തട്ടം മേലിടണം. വയസ്സനാണ് വരുന്നതെങ്കിൽ അയലേം ചോറും നൽകണം. ഇടയ്ക്കിടയ്ക്ക് വെത്തില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളിവാഴ കാക്കയിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. മിഴിതലിൽ കണ്ണീരുമായി തിരയുവതാരേ നീ നിലാവിൻ്റെ ഏകാന്ത തീരത്തിൽ ഒലിഞ്ഞു പോയി പുഞ്ചിരി. മോഹങ്ങളിന്നും നിന്നെ പുൽകുമോ മനസ്സിൻ്റെ മായാവാതിൽ തുറന്നിടും നീരാഗ പൂജ ചെയ്യുമോ വീതലിൽ കണ്ണീരുമായി തിരയുവതാരേ നീ. നേരിയാറുണ്ടോ കണ്ണീരിലൂടെ ചിരി തൂകുമോ തമസിൻ്റെ മേടയ്ക്കുള്ളിൽ ഇതുമ്പൊന്നൊരോർമ്മ പോലെ എന്നും തപം ചെയ്യുമോ താരകേ വീതലിൽ
കണ്ണീരുമായി തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ ഒളിഞ്ഞു പോയി നിൻ പുഞ്ചിരി അങ്കിളിനോട് താങ്ക് യു പറയുന്നു. അടുത്തതായി വിലാസിനെ എൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവിൽ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം, കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾക്ക് കനകക്കിനാവിൻ്റെ കളിയാട്ടം. ഇന്ന് കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾക്ക് കനകക്കിനാവിൻ്റെ കളിയാട്ടം, കനകക്കിനാവിൻ്റെ കളിയാട്ടം. ഇന്ന് കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം, കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കതകു ചെന്നമ്മ തുറന്നപ്പോൾ തൂണിൻ്റെ പിറകിൽ നിന്നൊരു തത്തക്കളിനോട്ടം. കതകു ചെന്നമ്മ തുറന്നപ്പോൾ തൂണിൻ്റെ പിറകിൽ നിന്നൊരു തത്തക്കളിനോട്ടം. ഇന്ന് തുളസി താരക്കിൽ വിളക്കുമായി ചെന്നപ്പോൾ കിളിവാതിലൊരുവൻ്റെ കിഴനോട്ടം, കിളിവാതിലൊരുവൻ്റെ തിരനോട്ട്. തോണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം, കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. 1986-88 ബാച്ച് ഗവൺമെൻറ് KKTM കോളേജ് പ്രീ ഡിഗ്രിക്കാരുടെ കൂട്ടായ്മ തിരികെയുടെ 5ാമത് നാടകം ആറുമുഖചരിതം 2ാം ദിവസം. നാടകരചന ഡോക്ടർ വത്സൻ രാമകൃഷ്ണൻ, നാടക സംവിധാനം ശ്യാമള CG, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉദയകുമാർ, സുധൻ മുല്ലശ്ശേരി. ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ കലാരൂപത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് സ്വാഭാവികം മാത്രം. റെക്കോർഡിംഗ് ബോസ് ബാൻഡ് സ്റ്റുഡിയോ, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. അഭിനേതാക്കൾ ആറുമുഖൻ സുധൻ മുല്ലശ്ശേരി, സ്റ്റാലിൻ സനത് കുമാർ വർമ്മ, കബീർ രാജേന്ദ്രവർമ്മ അവിട്ടത്തൂർ, സുഗു ഉണ്ണി SN പുരം, കുമാരൻ PC ബാബു പുത്തഞ്ചിറ, പുരുഷൻ ഗിരീഷ് തൈത്ര, പങ്കജാക്ഷൻ ജോബി ഒള്ളാശ്ശേരി, സത്യജിത്ത് ഷൈൻ കൈപ്പമംഗലം, രമണി അജിത സഹദേവൻ, സ്ത്രീ ശർമിള, ഗസ്റ്റ് ശ്യാമള CG. നാടകം തുടങ്ങുകയാണ്. ആറുമുഖചരിതം 2ാം ദിവസം. ഇതുവരെ കണ്ടതും വീണതും നിങ്ങൾ വീഴ്ത്തിയതും പഴങ്കഥ. ഇത് പുതിയ ചരിത്രം. കൊടുങ്ങല്ലൂരിലെയും വംശരാജ്യങ്ങളിലെയും മുഴുവൻ ജനങ്ങളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും വാഴ്ത്തിപ്പാടുന്ന കഥ. കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഇളമുറത്തമ്പുരാൻ സനത് കുമാർ വർമ്മയുടെ കഥ ഇവിടെ കുറിക്കപ്പെടുന്നു.
ഞാനിനി കാതോരം സന്ദർശിക്കില്ലടാ ഇവിടെ. സിനിമ സൂപ്പർ ഹിറ്റ്, ഡ്യൂപ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്. എന്റെ കൂട്ടുകാരെ, ഇന്നലെ ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ് ഇവൻ. നമ്മുടെ കൂട്ടുകാരെ ദേ പ്രാന്തനായി. ആർക്കാടനായ ഭ്രാന്ത്? ഭ്രാന്തതിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പിന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സുഖു? ഇത് സിനിമ. കൊടുങ്ങല്ലൂർ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല, യുഗങ്ങളുടെ ചരിത്രമുണ്ടതിന്. ഈ പുണ്യഭൂമിയിൽ ജന്മം നൽകിയതിന് ദേശപരദേവതയോട് ഞാൻ നന്ദി പറയുന്നു. സുഖു, കലാശാല സുഖു, പേടിക്കണ്ടാട്ടാ. പഴയ പോലെ ഷോക്കും ചൂരൽ പ്രയോഗങ്ങളും ഒന്നും ഇല്ലാത്തൊരു ചികിത്സയുണ്ട് ഇപ്പോ. ഈ രോഗത്തിനുള്ള ചികിത്സയാണ്. ഞാനും പഠിച്ചിട്ടുണ്ടാ, ഓൺലൈനായിട്ടും കിട്ടും ഈ കോഴ്സൊക്കെ. അതിന് നീ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു മരുന്നിന് പഠിക്കാൻ. പിന്നെ മണ്ണാൻ കട്ട സെക്കൻഡ് ഗ്രൂപ്പ്. തലയിൽ ആൾതാമസമുള്ളവന് ഇതൊന്നും വേണ്ട, അക്ഷരാഭ്യാസം വരെ വേണ്ട, എല്ലാം പോസ്റ്റലായിട്ട് കിട്ടും. അതെന്ന് എനിക്കറിയോ, ഈ നടുവേദന കൊണ്ട് പണിക്ക് പോകാൻ പറ്റാത്ത ഈ ചുമട്ട് തൊഴിലാളികളുണ്ടല്ലോ, അവരൊക്കെ ഇന്ന് ഡോക്ടർമാരാടാ. അപ്പൊ ചില മണ്ടന്മാരെ തല പോച്ചും പണം തുറച്ചും സമയങ്ങൾ. നീ ഇപ്പോ ഡോക്ടർ കബീറാണോ? കൂടെ കാതോരം വീട്ടിൽ നിന്നുണ്ടോ? ഇല്ലടാ, നീളക്കൂടുതൽ കാരണേ കേന്നാക്കി ഡോക്ടർ കെ കാതോരം. നല്ല ചേർച്ചയുള്ള പേര്. അപ്പൊ ഇതിലെ ചികിത്സകളൊക്കെ എങ്ങനെയാടാ? മരുന്നുകളൊക്കെ ഉണ്ടോ? എടാ, മരുന്നുകളേ ഇല്ല. മരുന്നാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് അതാരും കഴിക്കരുത്. അപ്പോ കാര്യങ്ങൾ എളുപ്പമായി, വേഗം പോകാം. അത് മുഴുവൻ നീ കേക്ക്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു കുട്ടിക്ക് ഭ്രാന്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്ത് വന്നാൽ അതിന്റെ കാരണം കണ്ടെത്തണം. അത് ശരിയാക്കി എടുക്കാനുള്ള പച്ചക്കറികൾ കണ്ടെത്തി ഭക്ഷണമായിട്ട് കൊടുക്കണം. ഇപ്പൊ ഒരു കുട്ടി ഒരു പ്രശ്നക്കാരനാണ് വീട്ടിൽ, അവന്റെ മാതാപിതാക്കൾ വന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ ഒരു മാസത്തെ ഭക്ഷണം പാവയ്ക്ക മാത്രമാക്കണം. അവൻ പാവയ്ക്ക കഴിച്ച് കാലത്ത് പാവയ്ക്ക, ഉച്ചയ്ക്ക് പാവയ്ക്ക, വൈകുന്നേരം പാവയ്ക്ക, അങ്ങനെ 3 നേരം പാവയ്ക്ക. അങ്ങനെ ഒരു മാസം കൊണ്ട് പാവയ്ക്ക കഴിച്ച് അവൻ പാവമായിട്ടുണ്ടാവും. അതായത് ഭ്രാന്ത് പിടിച്ചവന് ഭ, പ, മ എന്നീ അക്ഷരം തുടങ്ങുന്ന പച്ചക്കറി കണ്ടെത്തി അത് കൊടുത്താൽ മാത്രം മതി. ടൈം കാര്യങ്ങളായി. അങ്ങനെങ്കിലേ എനിക്കും ആവണം ഒരു ഡോക്ടർ. കാശായിട്ട് വാ മോനെ, 3 ദിവസത്തെ കോഴ്സ്. നീ ശരിക്ക് സിനിമ സംവിധാനം ചെയ്യട്ട. പിന്നല്ലാതെ എളിയ കലാകാരനായി ജനിച്ചേ വലിയ കലാകാരനായി മരിക്കും. കഥ ഒന്ന് പറയടാ, കേക്കട്ടെ. കേട്ടിട്ട് എന്തിനാടാ? നിനക്ക് എന്തറിയാം? സിനിമയുമായി നിനക്ക് എന്ത് ബന്ധം? ഇതാണ് വിഷയം. എന്നെ അംഗീകരിക്കാൻ ഒരുത്തനുമില്ല ഇവിടെ. ഇതാണ് ഞാൻ ഈ ഗ്രൂപ്പിലൊന്നും വരാത്തത്. നമ്മുടെ ഒരു പണക്കാരുണ്ടായി നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സിനിമ എടുത്തില്ലേ, ചെല്ലിയ ആ തിരക്കഥ എന്നെ ഒന്ന് കാണിച്ച് ഞാൻ തിരുത്താൻ ആവശ്യപ്പെട്ടതാ. അത് ചെയ്തില്ല എങ്കിൽ പടം സൂപ്പർ ഹിറ്റ് ആയനെ. ചെയ്യില്ല. എടാ, പണമൊക്കെ ഉണ്ടാക്കാം ആൾക്കാർക്ക്, പക്ഷേ കലാബുദ്ധി അത് അങ്ങനെ ഉണ്ടാവില്ലടാ. എടാ, നിനക്ക് നിന്റെ സിനിമ ബമ്പർ ഹിറ്റ് ആവണോ വേണ്ടയോ? അങ്ങനെ ആർക്കാടവണ്ട മോഹമില്ലാത്തത്. എങ്കിൽ നീ കഥ പറ. ഞാനെന്നായി ബഹുമുഖ പ്രതിഭയെ നീയെങ്കിലും ഒന്ന് അംഗീകരിക്കട കൂട്ടുകാരാ. ബഹുമുഖ പ്രതിഭയായിട്ടൊന്നല്ല, ഒരു സിനിമ ജയിപ്പിക്കുന്നതേ തറകളാണ്. ആദ്യം ഒരു തറ കേട്ട് വിലയിരുത്തട്ടെ. 12ാം നൂറ്റാണ്ടിലെ കൊടുങ്ങല്ലൂർ ധാതു ലവണ സുഗന്ധദ്രവ്യങ്ങളാൽ സമ്പൽ സമൃദ്ധമായ കൊടുങ്ങല്ലൂർ. ആർത്തിപൂണ്ട അയൽ രാജാവ് പടക്കോപ്പ് കൂട്ടി കൊടുങ്ങല്ലൂരിനെ ആക്രമിച്ചു. കൊടുങ്ങല്ലൂരിന്റെ സേനാനായകരും മഹാരാജാവും മരിച്ചു. കാട്ടിൽ കാമികമായി സല്ലപിച്ചിരുന്ന യുവരാജാവ് സനത് കുമാർ വർമ്മ വിവരമറിഞ്ഞു. ഉടവാളും പടക്കച്ചയും ധരിച്ച് പരദേവതാ കോവിൽ മുൻപിലെത്തി
ഞൊടിയിടയിൽ പരദേവതാ പ്രവേശനം നടക്കുന്നു. എവിടെയുമല്ല, അവനിൽ സനത് കുമാർ വർമ്മയിൽ. ഓക്കെ 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 പറയ്. ഉറഞ്ഞു തുള്ളിയ പരദേവത ശത്രുക്കളെ കൊന്നുതള്ളി കൊടുങ്ങല്ലൂരിനെ മോചിപ്പിക്കുന്നു. ഇവിടെ അപ്പോ മെയിൻ നടൻ ആയോ? അതല്ലേ ഞാൻ. അപ്പൊ ആ നൂറ്റാണ്ടിലെ കൊടുങ്ങല്ലൂര് കാട്ടുരാജക്കന്മാരായിരുന്നുണ്ടാവും ഭരിച്ചിട്ടുണ്ടാവും. എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ രൂപം എടാ, നിന്റെ രൂപം നാട്ടുരാജക്കന്മാർക്ക് ചേർന്നതല്ല തന്നെ. ഈ വേഷ എനിക്കിതാ, ഞാൻ അഭിനയിച്ചങ്ങോട്ട് തകർക്കും. എൻ്റെ ഈ ആകാരവടിവും, എൻ്റെ ഈ ഭംഗിയും, എൻ്റെ ഈ ഘനഗംഭീര ശബ്ദവും, സിനിമ സൂപ്പർ ഹിറ്റ്. പിന്നെ കാന്താര സിനിമ ഉണ്ടല്ലോ, ഞാൻ 3 പ്രാവശ്യം കണ്ട, 3 പ്രാവശ്യം. അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ എനിക്ക്. ഇതിൻ്റെ പ്രൊഡ്യൂസർ ആരാ? അത് കണ്ടെത്തണം. എന്നാലേ നീ ആ ഗ്രന്ഥം പൂട്ടി ചരടും കെട്ടി അവിടെ വയ്ക്കി. ഇപ്പൊ നടക്കണ കാര്യം വല്ലതും നോക്ക. എൻ്റെ സുഖു ഡാ, നീ അറിഞ്ഞ തിരികെ ഗ്രൂപ്പിന്റെ സംഗമം ജനുവരി 11 കേട്ടാ. അപ്പോ നാടകം എഴുതണായിരുന്നു. അത് ഇത്തവണ നമുക്ക് വേണം. നടക്കോ? കഴിഞ്ഞ തവണ ഞാൻ തൂങ്ങിച്ചാവുന്നവരെ പറട്ടെ, അറുമുഖം നായ സമ്മതിച്ചില്ല. ഈ പശുവിന്റെ പ്രസവം എടുക്കുന്നവനൊക്കെ നാടകം എഴുതിയാലേ നമ്മള് കല തൊഴിലാക്കിയ നീയും ഞാനൊക്കെ എന്താ ചെയ്യ? നീ വലിയ കാര്യം പറയണ്ട. കഴിഞ്ഞ നാടകേ അവനെ കൊണ്ട് എഴുതിച്ചത് നീയല്ലേ? ഞാനാ. 30 മിനിറ്റ് നാടകത്തിന് 30 ദിവസം 3 മണിക്കൂർ സമയം നിന്നെ വിളിച്ച് ചെയ്താണ് അവൻ അതുണ്ടാക്കിയത്. നീ തന്നെ പറഞ്ഞതാണ്. മറന്നാ നീ? അതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലടാ. നിനക്കത് മനസ്സിലായില്ല. ഞാനും നീയും അല്ലാതെ ഈ ഗ്രൂപ്പിൽ മറ്റൊരു കലാകാരൻ ഇല്ല എന്ന് കാണിക്കാൻ. അതായത് സുഖു, അവന് നമ്മൾ പറഞ്ഞു കൊടുത്ത് എഴുതിച്ച നാടകം അവര് കളിച്ചു. അതൊരു പരിധി വരെ വിജയിച്ചു. പിന്നെ ജയിച്ചു. നീ അവന്റെ തെറിയട്ട് ഗ്രൂപ്പിലെ എത്ര പേരെ അവൻ കളിയാക്കി. അവന്റെ 2 കൊടുക്കാൻ ഒരു തെണ്ടിയില്ല ഇവിടെ. ആ പാട്ട് പാടുന്നവനൊക്കെയല്ലേ ഞാൻ എത്ര തവണ പിരികേറ്റിയതെന്നറിയാം. അവനെ കാണുമ്പോ പൂശാന്ന് അവൻ വാക്ക് തന്നതാ. എന്നിട്ടേ ഞാൻ പിന്നെ പറഞ്ഞ് നടക്കുക ആണത്തല്ലാത്തവൻ. നീ ഭയങ്കര ആണാണല്ല. കാതോട് കാതോരം. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട സുഖു. ഇവിടെ ഒരു തർക്കല്ല വേണ്ടത്. അടുത്ത നാടകം അവ എഴുതിക്കരുത്. അതിന് ഞാൻ ഏതറ്റം വരെ പോകും. ഇതിന് 2000 രൂപ വരെ ഞാൻ മുടക്കും. 2000 ഉലുവ? എച്ചിത്തരം പറയാതടാ. എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. അതിന് നീ പോയി ഒരു കുപ്പി വാങ്ങിവാ. എന്നിട്ട് 2 അടിച്ചിട്ടേ നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ കിട്ടും ഐഡിയ. അതെ, എൻ്റെ കയ്യിലില്ലേ, വീട്ടില്. നീ ഒന്ന് പോയി തരുമോ? ഞാൻ എൻ്റെ കഥാപാത്രമായിട്ട് ജീവിക്കട്ടെ. വേണമെങ്കല്ല സുഖു. നമുക്ക് നമ്മുടെ നാടകമില്ലാത്തൊരു സംഗമം ഓർക്കാൻ കൂടി വയ്യ. 60 ജറ്റിന് ഗിഫ്റ്റിന് വിളിച്ചെന്ന് നമുക്ക് ചോദിച്ചാലോ? അവനാണല്ല ഗ്രൂപ്പിന്റെ മുതലാളി. ഗിഫ്റ്റിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അവന്റെ ഒരു ഉപദേശം, അറുമുഖനോട് സംസാരിക്കാൻ. ഈ എല്ലാത്തിനും കാരണം നീയാണ്. നിന്റെ ഒരു കമ. അതല്ലേ ഈ പട്ടിയുടെയും കാളയുടെയും ഡോക്ടർ കയറി നാടകം എഴുതിയത്. നീ വലിയ വർത്താനം പറയല്ലേ. നീ ഉറപ്പ് തന്നിട്ടല്ലേ ഞാൻ കമാട്ടിയത്. നിന്റെ കൂട്ടുകാരനാണ്, നീ പറഞ്ഞ കേൾക്കും. എന്നിട്ട് എന്തായി? സുഖു, നീ അങ്ങനെ പറയരുത്. എന്നാൽ ആവും വിധം ഞാൻ അവനോട് പറഞ്ഞതാ നിന്റെ കുടുംബമായിട്ട് ചെലവിടാൻ ആ സമയം. ആ ചെറ്റത് കേട്ടില്ലേ. പിന്നെ അഭിനേതാക്കളെ മുഴുവൻ വിളിച്ച് ഞാൻ ഉപദേശിച്ചു. അവരും കേട്ടില്ലേ. ഇവിടെ നഷ്ടം 2. എന്ത് 2? ഗ്രൂപ്പില് നമുക്ക് വലിയ പിന്തുണയൊന്നുമില്ല എന്നുള്ളത് 1. നമ്മളെന്ന കലാകാരന്മാർക്ക് മുകളിൽ മറ്റു പലരുണ്ടോ എന്നുള്ളത് 2. അതെ, നിന്റെ വാക്ക് വിശ്വസിച്ച് എൻ്റെ 3ാമത്തെ നഷ്ടം. വീണുപോയ കുണ്ടയും
പകരക്കാരെ കൊടുത്ത എഴുത്തുകാരും ഒരേപോലെയാണ്. ഇനിയിപ്പോ പ്രോഗ്രാം തീരുമാനിക്കുന്നതേ സിമീർ സാഹുണ്. അവനെ വിളിച്ചൊരു ചാൻസ് ചോദിച്ചാൽ വല്ല കാര്യം ഉണ്ടാവോ? അവനെ ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പൊ അറുമുഖനോട് ചോദിക്കാം. അപ്പൊ അതും കഴിഞ്ഞു. ഏതായാലും നമുക്കേ അറുമുഖനെ കണ്ട് നമ്മുടെ ആവശ്യം ഒന്ന് ചോദിക്കാം. എന്തേ എടാ, അതിനു മുമ്പ് നമുക്ക് കുമാരൻ മുതലാളി ഒന്ന് കണ്ട് പിന്തുണ ചോദിക്കാം. കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ നമുക്കതൊരു ബലാണ്. അതാ നല്ലത്. ആ അറുമുഖനെ ഇപ്പോ കാവൽക്കാർ വരെ ഉണ്ടെന്ന് കേൾക്കണ. കുമാരപ്പോ കത്തിക്ക് പോലും തോക്കാണത്രേ. നമ്മുടെ ഭാഗ്യം. കുമാരോ കുമാരനല്ല, കുമാർ. അതിനു മുമ്പ് ഒരു മുതലാളി എന്നുകൂടി ചേർക്കണം. മനസ്സിലായോ? മനസ്സിലായോ? എവിടുന്ന്? ഞാൻ പറഞ്ഞു മുതലാളിയാണ് ഞാൻ. ക്ഷമിക്കണം മുതലാളി, കേക്കട്ടയും കോളേജിൽ പഠിച്ച കുമാരൻ തന്നെയല്ലേ? എന്താ സംശയം? 36 കൊല്ലത്തെ മാറ്റം എന്നെ ഒരു പണക്കാരനാക്കി. ആട്ടെ, നീയൊക്കെ ഏതാ? ഞങ്ങള് ആ വർഷം അവിടെ പഠിച്ചവരാണ്. കലാശാല സുഖവും കാതോരം വീട്ടിൽ കബീറും. അന്ന് ഞാൻ മുതലാളിയെ ഞാൻ വിളിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്. ജോലിക്കാണെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലേ ഉള്ളൂ. സംഭാവനക്കാണെങ്കിൽ സംഘടനയിൽ മാത്രം. ഇത് രണ്ടും ഞങ്ങൾക്ക് വേണ്ട. അതെന്താ? നിനക്കൊക്കെ പണിയെടുത്ത് തിന്നുന്ന പാരമ്പര്യമില്ലേ? ഞാൻ വിളിച്ചതേ തിരികെ ഗ്രൂപ്പില് അങ്ങേ കളിയാക്കി നാടകം എഴുതിയ ഒരാളുണ്ട്. അവനൊന്ന് കൈകാര്യം ചെയ്യണം. അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടായി. ഇത്തവണ കൂടി നാടകം എഴുതിയാലേ പിന്നെ നമ്മളൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല കുമാർജി. അതുകൊണ്ട് കുമാർജി അവനെ കൊണ്ട് എഴുതിപ്പിക്കരുത്. എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ അറുമുഖനെ ഭീഷണിപ്പെടുത്തി അത് ഞങ്ങൾക്ക് തരപ്പെടുത്തി തരണം. കൊന്നുകളയും ഞാൻ പന്നികളെ, എന്നെ ഗുണ്ടയാക്കി സംസാരിച്ചാൽ. അങ്ങനെയല്ല കുമാർജി, അന്ന് ഊരിയ കത്തിയുടെ പേടി ഇപ്പോഴും ഗ്രൂപ്പിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങയുടെ കയ്യിൽ തോക്കില്ലേ? അങ്ങയല്ല, മുതലാളിയുടെ കയ്യിൽ. ശരിയായിരിക്കാം. എനിക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ട്. ഭാര്യ കോളേജ് പ്രിൻസിപ്പാളാണ്. മക്കൾ 2 പേരും അമേരിക്കയിൽ. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഗുണ്ടാപ്പണിക്ക് ഇല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് കോളേജിൽ ഒരു മതഗജത്തെ പോലെ തകർത്താടിയ കട്ടജയന? അയാളെ സമീപിച്ചുകൂടെ? അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനുണ്ടായിരുന്നു, ബിജു കൊച്ചപ്പൻ. ഇവനൊക്കെ തോക്കില്ലെങ്കിലും പേടിപ്പിക്കാൻ മിടുക്കറാണ്. കട്ടജയനായി പുതിയ കല്യാണമൊക്കെ കഴിച്ച് വേൾഡ് ടൂറില്. പിന്നെ കൊച്ചപ്പനെ കൊണ്ടുപോകാനായിട്ടേ ഭരണിപ്പാട്ടിന്റെ റിഹേഴ്സ് ക്യാമ്പൊന്നുമല്ലല്ല. മുതലാളിക്ക് പറ്റുമെങ്കിൽ പറയും. സത്യം പറഞ്ഞാൽ ഞാൻ അവനൊരു കൊട്ടേഷൻ കൊടുത്തതാണ്. ഒരു മഹാരാഷ്ട്രക്കാരൻ വിക്രം ഗോർപ്പട അഡ്വാൻസ് കൈമാറുന്നതിന്റെ തലേന്നാൾ പഴയ KKTM സുഹൃത്ത് ഡി ബാച്ചിലെ റഫീഖിനെ കണ്ടു. ഒരു ചായ കുടിച്ച് പിരിയുന്നതിനിടയിൽ അവൻ നാടകം എന്നെ കാണിച്ചു. എത്ര മനോഹരമായിരുന്നു. അവനാണ് കലാകാരൻ. അവനിൽ ഒരു കലയുണ്ട്. പഴയ KKTM ഡ്രീം ഗേൾ ഡെപ്യൂട്ടി തഹസിൽദാർ ഭംഗിയായി സംവിധാനം ചെയ്തു. ബ്യൂട്ടിഫുൾ. ഇവിടെ കൊട്ടേഷൻ കൊടുക്കേണ്ടതേ ശരിക്കും റഫീഖിനാണ്. കൊലച്ചതി ചെയ്തവനെ ടൗണിൽ വെച്ച് കിട്ടും. അവന്റെ വണ്ടി ഞാൻ പഞ്ചറാക്കും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അന്ന് റഫീഖിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഗോർപ്പട അവനെ അവന്റെ ഓഫീസിലിട്ട് തീർത്തേനെ. ഒരു നല്ല കലാകാരനെ നഷ്ടമായേനെ. ഒരു പൂവിൽ തേനുണ്ടെന്നറിഞ്ഞാൽ അതിനെ തേടി വരും ആവശ്യക്കാർ. കലാകാരനും പ്രതിഭയെ തേടിയെത്തും. തനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിച്ചാൽ അവൻ അവിടെ തീർന്നു. പഠിപ്പ് തികഞ്ഞ ചേകവൻ ഒരാളെയും വെല്ലുവിളിച്ച ചരിത്രമില്ല. എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്.
നമ്മുടെ 3 പീടികയിലെ മണികണ്ഠൻ മാഷ് ഓൺലൈനിൽ എത്തിക്കാണും ഇപ്പോൾ. കത്തിക്കുമാരനും ഫിലോസഫറായി. എന്താ അല്ലേ അവൻ്റെയൊക്കെ അറിവ്. അയ്യോ, ഒരു കാര്യം മറന്നു, എൻ്റെ സിനിമ നിർമ്മിക്കുമെന്ന് ചോദിക്കാനായിട്ട്. അത് നമുക്കേ റഫീഖിനോട് പറഞ്ഞ് ശരിയാക്കാം. ഇനി ആ അർമോന്റെ വായിലേക്ക് ഓടി കേൾക്കാൻ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞാണ് വിട്ടുകൊടുക്കണ്ടെന്ന്. അപ്പോഴേക്കും പറഞ്ഞ് ഞാൻ മടക്കിത്തരാന്ന്. ശവത്തിലെ കുത്തല്ലേടാ. അർമുകേട്ടാ, ഇവിടെ ആരും ഇല്ലേ? ആരാ? എന്തിനാ ഇങ്ങനെ കിടന്നാളെ? സ്റ്റാലിന് നിനക്കെന്നെ അറിയില്ലേ? ഞാൻ രമണിയാണടാ, അർമുകേട്ടന്റെ ഭാര്യ. എന്റെ ദൈവമേ, ഇത് എന്ത് കോലം! അങ്ങ് ദുബായിൽ തന്നെയാണോ വരണത്? എന്റെ അർമുകേട്ടൻ എവിടെ? മുതലാളിയെ ഇപ്പൊ കാണാൻ പറ്റില്ല. അകത്ത് ബോഡി മസാജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് വന്ന മദാമിയാണ് ചെയ്യണത്. കൊല്ലും ഞാൻ അവളെ. എടുക്കടാ ശരവ. എന്ത് ബന്ധത്തിന്? അറുമൻ സാർ നിങ്ങളുടെ ആരാ? ഭർത്താവ് അല്ലേ? മുൻ ഭർത്താവ് എന്ന് പറയണം. എന്തേ ഗിഫ്റ്റ് ഒന്നും തന്നില്ലേ? ഓഫീസ് ജോലി എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ടെ 50 ഡിഗ്രി ചൂടിൽ നിർത്തി അയാളുടെ കമ്പനിയില് മാർബിൾ തുടക്കലായിരുന്നു പണി. പ്ലെയിനിൽ കയറാനുള്ള കൊതി കൊണ്ട് പോയതാണ് ഞാൻ. പറയൂ, അർമുകേട്ടൻ വേറെ കല്യാണം കഴിച്ചോ? കല്യാണം ഞാൻ ഇനി കേരളത്തിലെ കന്യാകുമാരിയെയും വിധവകളെയും ഉൾപ്പെടുത്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഞാൻ. ബൈ ദ ബൈ, ആരാണ് സ്റ്റാലിനിവർ? ഭിക്ഷയും ഭക്ഷണവും അടുക്കളപ്പുറത്താണെന്ന് പറഞ്ഞില്ലേ? എന്നെ മറന്നു അർമുകേട്ടാ നിങ്ങൾ? ഞാൻ നിങ്ങളുടെ പഴയ രമണിയാ. ഓ, പഴയതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ പുതുമയിലാണ് കമ്പം. പറഞ്ഞു കൊടുത്തില്ല സ്റ്റാലിൻ ഇവൾക്ക്? എല്ലാം ഞാൻ പറഞ്ഞതാണ് സാറ്. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കണോ? സാറ് ചോദിച്ചത് അവള് കേട്ടിട്ടുണ്ട്. ആറുമുഖൻ സാർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ചോദിക്കാം. ഏതെങ്കിലും ഗ്രൂപ്പിൽ പ്രസിഡന്റുമാരുടെ ഒഴിവുണ്ടോ മുതലാളി? കാൻഡിഡേറ്റ് നീയാണോ? അതെ. നിന്റെ പേരെന്ത്? സത്യജിത്ത്. നിന്റെ യോഗ്യത? PhD ഡോക്ടറാണ്. അതിന് ഗ്രൂപ്പ് കോളേജൊന്നും നടത്തുന്നില്ല. കലാപരമായി നിനക്ക് എന്തറിയാം? ഞാൻ പാട്ടുപാടും. പിന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളെ വരച്ച വരയിൽ നിർത്താനും കഴിയും. ആ, തൽക്കാലം നീ ഒരു പാട്ടുപാട് കേൾക്കട്ടെ. നീലവാന ചോലയിൽ നീ തേടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ വീഴിൽ കണ്ടു ഞാൻ. ദാസേട്ടൻ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയതിന്റെ കാരണം ഇപ്പോഴാ പിടികിട്ടിയത്. എടോ, തനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് പണം പിരിക്കാൻ വശമുണ്ടോ? ഞാൻ ശ്രമിക്കാം മുതലാളി. 3 മാസത്തെ പ്രൊബേഷൻ. 3 ലക്ഷം പിരിച്ചെടുത്താൽ സ്ഥിര നിയമനം. ഞാൻ പൊരിക്കും മുതലാളി. എന്നാൽ നിനക്ക് കൊള്ളാം. നിന്റെ ഗ്രൂപ്പേ അന്ധവികലാംഗ പാരഡൈസ്. 1500 അംഗങ്ങളുണ്ട്. താങ്ക് യു സർ. ആ, പോകും മുൻപ് അംഗത്വ ഫീസ് 10,000 രൂപ സ്റ്റാലിനെ ഏൽപ്പിച്ചോ. പിന്നെ പിരിക്കുന്ന 3 ലക്ഷത്തിൽ നിന്ന് 30,000 രൂപ നിനക്കുള്ളതാണ്. എടോ, നീ യേശുദാസായി ഗ്രൂപ്പിൽ വിലസി ഒരംഗം അതിന്ന് ലെഫ്റ്റായി പോയാൽ അടിച്ച് കാരണം പോയിക്കുന്നുണ്ട് ഞാൻ. ആ, ഗിഫ്റ്റ് സാറേ, ആ ഗ്രൂപ്പിലേ പ്രസിഡന്റ് ആയിട്ടുണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. കുടിക്കാൻ അണ്ടിപ്പരിപ്പ് ചേർത്ത ബദാമിൽ കിടക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട,
ഇപ്പോൾ ബെലന്റേന്റെ വിസ്കി മതി. ശിവാശ്രീകളും ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഒരു പെഗ് നീ കുടിച്ചോ. ഒരിത്തിരി കഞ്ഞി എനിക്ക് താടാ സ്റ്റാലിൻ, വിശന്നിട്ട് വയ്യ. കഞ്ഞി? അറുമുഖം മുതലാളി അടുക്കളയിൽ കഞ്ഞി? ഇത് പെണ്ണുമ്പിള്ള 2 ബോഗിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ബുക്ക് ചെയ്ത ഒരാളുടെ വീട്ടിൽ വന്ന് കഞ്ഞി ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? ഇവിടെയുള്ളത് കോണ്ടിനെന്റലാണ്. അത് തിന്നാൻ യോഗ്യത ഉള്ളവർക്ക് കൊടുക്കാവുന്നതാണ് ശാസ്ത്രം. മുനിസിപ്പാലിറ്റി ജോലി ചെയ്ത് മടുത്തപ്പോ ദുബായിലേക്ക് കിട്ടിയ ഒരു അവസരം. എല്ലാ അവസരങ്ങളും മുതലെടുക്കരുത്. അത് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്കും ബാധകമാണ്. ആ കഥാപ്രസംഗം കഴിഞ്ഞെങ്കിലേ ഒന്ന് പോയി തരണം, എനിക്കല്പം ജോലിയുണ്ട്. വെള്ളിത്തിരയിൽ കണ്ട ചെമ്പൻ കുഞ്ഞിനെ ഞാൻ നേരിലും കണ്ടു. ഗിഫ്റ്റേ, എന്നെ ഈ നിലയിലാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല, വിടമാട്ടെ. സ്റ്റാലിനെ, ആ തോമസ് ഇസ ഇപ്പോ ഏത് സ്റ്റേഷനിലാ? എന്റെ രമണി, അയാൾ അറുമുഖന്റെ അല്ല സാറിന്റെ അടുത്ത സുഹൃത്താണ്. അറുമുഖൻ സാറേ. ആര്? എവിടെന്നാ? ആറുമുഖനല്ലേ? അല്ല, അറുമുഖൻ മുതലാളി. അപ്പൊ ശരിയാണ്. ഈ കോൽക്കളി പോലുള്ള അംഗവിക്ഷേപോ ഈ ഫുട്ബോൾ കമന്ററി പറയണ പോലുള്ള സംഭാഷണവും കേൾക്കാണ്ടായപ്പോഴേ ഒരു സംശയം. അന്ന് ഞാൻ പാവപ്പെട്ടവനായിരുന്നു, ഇന്ന് കോടീശ്വരനാണ്. എന്നും പണക്കാരൻ അംഗവിക്ഷേപങ്ങളില്ലാതെ നിയന്ത്രിത ശബ്ദത്തിൽ സംസാരിക്കാറുള്ളൂ. ആറുമുഖൻ അല്ല, മുതലാളി ശരിക്കും മുതലാളിയായിട്ടാ. ഗ്രൂപ്പിന് പുറത്ത് ഞാൻ നാട്ടികയിലെ യൂസുവിനോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഓ, അവിടെ ആ ബാങ്കിന്റെ മുമ്പിൽ മീൻ കച്ചവടം നടത്തണ യൂസു ഞാനറിയും. അതല്ല, യൂസഫ് അലി. അപ്പോ ഗിഫ്റ്റ് സാറോ? അവന്റെ സംസാരം അംബാനിയും അദാനിയുമായി മാത്രം. ആറുമുഖം മുതലാളി ദയുള്ളവരാണ്. പിച്ചക്കാരുടെ കയറ്റി സിറ്റോട്ടിലിട്ടേക്കണു. പിച്ചക്കാരി നിന്റെ മറ്റോള്. ഞാൻ രമണിയാടാ, നാറി, ഇയാളുടെ മുൻ ഭാര്യ. എന്റെ അമ്മോ, രമണി നീ കോലത്തിലായ? മഹർഷി മൂഷികസ്ത്രീയോട് പറഞ്ഞതൊക്കെ കറക്റ്റ്. അതെന്താ പറഞ്ഞ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കൂ കുഞ്ഞെ. അക്കരെ പച്ചകൾ കണ്ട് ഇളകാതിരിക്കൂ. അല്ല, നിങ്ങളാരാ എന്റെ കൊട്ടാരത്തിൽ ഒന്ന് കലവില കൂട്ടാൻ? ഞങ്ങൾ ഗ്രൂപ്പ് അംഗങ്ങള്. അറിയില്ലേ? കാതാരം വീട്ടിൽ കബീർ, കലാശാല സുഗു. ഓ, ഈയിടെ കേരളത്തിലെ ഭിക്ഷക്കാരെ വെച്ചുണ്ടാക്കിയ അമ്മേ ധർമ്മം ഗ്രൂപ്പിലെ അംഗങ്ങള്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? അതെ, അവഹേളത്തിനൊക്കെ ഒരു അതിരുണ്ടിട്ടാ. ഞങ്ങളുടെ വേഷം കണ്ടാൽ അറിയില്ലേ? ജോലിയില്ലാത്ത സമയത്ത് അവർ ഇതിലും നല്ല വേഷത്തിലാണ്. ഇവർ തിരികെ ആണ് സാറേ. ഓ, ആ കാര്യം പറയ്. വരുന്ന സംഗമത്തിലെ നാടകം കലാശാല സുഖു എഴുതണം. കാതോരം വീട്ടിൽ കബീർ, അതായത് ഞാൻ അഭിനയിക്കണം. ഇതിന് അങ്ങ് സമ്മതിച്ചേ പറ്റൂ. സമ്മതിക്കണം. ഇത്രയുള്ള കാര്യം. അതിനെന്താ, 1.5 ലക്ഷം രൂപ സ്റ്റാലിന്റെ കയ്യിൽ കൊടുത്ത് എഴുത്തും മറ്റും തുടങ്ങിക്കോ. പിന്നെ അഭിനേതാവ് ഒന്ന് വെച്ച് രൂപ 25,000. റിഹേഴ്സൽ തുടങ്ങും മുമ്പ് ബാക്കി തുക ഇവിടെ കിട്ടണം. ഇതെന്ത് നീതി? ഇത് ഇവിടുത്തെ നീതി. ഗ്രൂപ്പിൽ വരില്ല. മാറിയിരുന്നേ എനിക്കെതിരെ പ്രക്ഷോഭാഹ്വാനം. എന്നിട്ട് സംഗമം വരുമ്പോൾ ആളാവാനുള്ള വരവ്. കഴിവൊക്കെ കാണിച്ച് പടിയിറങ്ങുമ്പോ തുടങ്ങും ആറുമുഖനെതിരെ പടയൊരുക്കം. ഞങ്ങൾ അങ്ങനെയല്ല മുതലാളി. ആരോ അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങളെ പറഞ്ഞതല്ല, പൊതുവെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാനുള്ള വേദി ഞാൻ തരുന്നു. എഴുതിക്കൂട്ടുന്ന വളിപ്പെല്ലാനും കാണാനും കേൾക്കാനും ഒരു വൻ ജനാവലിയെയും ഞാൻ തരുന്നു. അതിന്റെ പ്രതിഫലം തന്നേ പറ്റൂ. ഇത് നാടകത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തിനും ഏതിനും വേണം. സ്റ്റേജിൽ കയറാൻ, ഇരിക്കാൻ, പ്രസംഗിക്കാൻ, പരിപാടികൾ അവതരിപ്പിക്കാൻ.
കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ പണമടക്കണം. എന്നാലേ നിങ്ങൾക്കൊക്കെ ഒരു ബഹുമാനം ഉണ്ടാകൂ. ഗിഫ്റ്റ് സാറിന്റെ കർശന നിർദ്ദേശമാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് ഗ്രൂപ്പ് അംഗങ്ങളുടെ പ്രിയപ്പെട്ടവനായവനല്ല ഈ അറുമുഖൻ. ഗ്രൂപ്പിൽ ഒരുത്തന്റെ കണ്ണു നിറഞ്ഞാൽ, അവരുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ, ഒരപകടം സംഭവിച്ചാൽ അവിടെയുണ്ട് ഈ ആറുമുഖൻ. അങ്ങനെയുള്ള എന്നെ പരദൂഷണം പറഞ്ഞ് പരാജയപ്പെടുത്താനാവില്ല. മനസ്സിലായോ? കാതോരം വീട്ടിൽ കബീറെ. എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാ കൂടുതൽ. അതാണ് പേരെടുത്ത് വിളിക്കണത്. നീ എന്നെ ചതിച്ചത്. അടക്കം പറയാനൊക്കെ അങ്ങ് പുറത്ത്. തീരുമാനിച്ച പണമായി വന്ന് നാടകം തുടങ്ങിക്കോ. ഓക്കെ? അപ്പോ കഴിഞ്ഞ തവണ നാടകം എഴുതിയവന് ഇതൊന്നും ബാധകല്ലേ? അവനെ നല്ല കൂലി കിട്ടുന്ന വേലയായതുകൊണ്ട് ലക്ഷ്യം 2 അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ, രക്ഷിക്കണേ. അറിവ് കേട്ടാ ഗ്രൂപ്പ് പ്രസിഡന്റ്, ഈ ഭ്രാന്തി എന്നെ വെട്ടി കൊല്ലും. എന്താ ഈ ഭ്രാന്ത് പിടിച്ച പണ്ടാരങ്ങളൊക്കെ എന്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നേ? ഭ്രാന്ത് പിടിച്ച പണ്ടാരങ്ങളില്ല, ഒരു പണ്ടാരമേ ഉള്ളൂ, അത് ഇവള്. എനിക്ക് പ്രാന്തും ഒരു മണ്ണാകട്ടയില്ല. ഇവൻ എന്റെ പാട്ട് പുസ്തകം കത്തിച്ചു കളഞ്ഞു. അതെനിക്ക് ഇപ്പൊ കിട്ടണം. എത്ര ഗ്രൂപ്പുകാരെ എന്റെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്നറിയോ? ആദ്യം കുടുംബം നോക്കടി. ഒരു വീട്ടമ്മയുടെ ജോലി നീ ഭംഗിയായി ചെയ്ത് കാണിക്ക്, എന്നിട്ട് പാടാം പാട്ട്. അതിന് നീ പാടണമെന്നും പാട്ടല്ലല്ലോ, കഴുതയുടെ അമറലല്ലേ. സ്റ്റാലിനെ സെക്യൂരിറ്റി ഇല്ലേ പഠിക്കൽ? തന്നെ നിൽക്കാൻ ആവതില്ലാത്ത കിള്ളവൻ ഒറ്റ തള്ളിനെ താഴെ വീണു. ചത്തോ ആവോ? എടോ, ഇവള് മരുന്ന് കഴിക്കുന്നുണ്ടോ? പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഇവൾ എങ്ങനെ മരുന്ന് കഴിക്കും മോലാളി? സ്റ്റാലിൻ, ഇവള് ഏത് ഗ്രൂപ്പിലാണ്? മൊത്തം നമ്മുടെ 5 ഗ്രൂപ്പിലുണ്ട്. പെർഫോമൻസ് പാട്ട് പാടി വെറുപ്പിക്കൽ. വെളുപ്പിന് 5 മണിക്ക് തുടങ്ങും. സംഭാവന ഓരോ ഇൻസിഡന്റിനും 1000 കുറയാതെ. അപ്പോൾ ചികിത്സ നടത്താം. നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഫോട്ടോ അടക്കം സന്ദേശം പോകട്ടെ. എല്ലാ പ്രസിഡന്റുമാർക്കും പ്രത്യേക നിർദ്ദേശം പോകട്ടെ. അതിന് പിരിക്കേണ്ട തുക 3 ലക്ഷം വീതം. എന്റെ പേഴ്സും പോക്കറ്റും കൊള്ളയടിച്ചാണ് സാറേ ഇവളി പാചകം ചെയ്യുന്നത്. അതില് തെറ്റില്ല. സഹജീവികളോട് കരുണയുണ്ട്. അതിന്റെ പുണ്യം നിങ്ങളുടെ കുടുംബത്തിനും കിട്ടും. അത് കിട്ടുന്നുണ്ട്. പാണ്ടിക്ക് കൊടുക്കുന്ന പലിശയുടെ രൂപത്തിൽ കിട്ടുന്നുണ്ട്. സ്റ്റാലിനെ തുടങ്ങിക്കോ. അയ്യോ അയ്യോ. ഇനി മാടമ്പിള്ളിയിലെ ചിത്രരോഗിയെ സണ്ണിക്കുട്ടൻ ചികിത്സ ഭേദമാക്കും. അതാര്? ഗ്രൂപ്പിന്റെ സൈക്കാർട്ടിസ്റ്റ്. ഇതൊക്കെ അയാളെ കൊണ്ട് പറ്റോ? മൃഗ ഡോക്ടർ വത്സന്റെ ചികിത്സയായിരുന്നു ഇതിനൊക്കെ നല്ലത്. അവന് നാടകരചനയല്ലേ, ചികിത്സിക്കാൻ എവിടെ നേരം? അസൂയ വേണ്ട. 1.5 ലക്ഷമായി വായോ. നാടകം നിങ്ങൾക്ക് തരാനല്ല, വാങ്ങാനാണ് വന്നത്. ആ കാലം ഗിഫ്റ്റിന് മുൻപ്. മോലാളി, അറിവ് മോലാളി, പട്ടീനെ ഒന്നും അഴിച്ചിടല്ലേ. ഞാനൊരു പാവാണ്, തല്ലാനും കൊല്ലാനും ആവതില്ല. നാറിയിട്ട് വയ്യ. എന്താ സ്റ്റാലിനേത്? ഭിക്ഷക്കാർ ബംഗ്ലാവിനുള്ളിൽ. ഞാൻ ഭിക്ഷക്കാരനൊന്നുമല്ല. ഞാൻ ആ പഴയ പങ്കജാഷനാണ്. പേടിക്കണ്ട മോലാളി, തല്ല് കൊള്ളാനും കൊടുക്കാനും ഒന്നും വയ്യ. പണ്ടത്തെ പോലീസുകാരൻ ജലീല് റിട്ടയർഡായി. ആ ധൈര്യത്തിലാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഞാൻ വിളിച്ചാലേ SPG വരെ വരും. അതുകൊണ്ട് ആ കളി എൻ്റെ അടുത്ത് വേണ്ട. അതിൻ്റെ ആവശ്യം എൻ്റെ കാര്യത്തിൽ വേണ്ട. ഞാൻ വന്നത് മദ്യവും ഗുണ്ടായിസും ഒക്കെ എൻ്റെ ജീവിതം അങ്ങോട്ട് തകർത്ത്. 86-88കാരൊക്കെ വിരമിക്കൽ പ്രായത്തിലാണ്. ചുരുക്കം ചിലരൊക്കെ രക്ഷപ്പെട്ടു.
ഒരു വിഭാഗമാണെങ്കിൽ എൻ്റെ ഗണത്തിലും മറ്റൊരു വിഭാഗം എന്നേക്കാൾ മോശമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ആ, അത് നമ്മുടെ ജോയ് സാറല്ലേ ആ പോകുന്നത്. ജോയ് സാറേ, ഓയ് ജോയ് സാർ. അവന് വിളിക്കാൻ കൊണ്ട് ഒരാള് അവനെവിടെ വിളിച്ച് കയറ്റുന്നതിലും ഭേദമായി അവനെ വന്ദേ ഭാരത പോണ ട്രാക്കിൽ പോയി നിക്ക. മറ്റാരും കണ്ടില്ല കൊണായി ജോയി. ആ, നീ അവൻ പറഞ്ഞ് കേട്ടിരുന്ന ഈ ചായക്കള ക്യാഷൊക്കെ കിട്ടും. അവനെങ്ങാനും ഇവിടെ കേറിയെങ്കിലും കാലിന്റെ ചൂട് നീ അറിഞ്ഞേനെ. ജീവിതത്തിൽ നീ ഒരു സത്യം പറഞ്ഞു. ആ, അയാൾ വിളി കേൾക്കാഞ്ഞത് ഏതായാലും നന്നായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഗ്രൂപ്പിന് ഒരു ഓൾഡ് ഏജ് ഹോം വേണം. ഇനിയിപ്പോ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വാഹിദ അഷ്റഫും രാജേഷ് ബാബുവും സുനിൽ ഗോപിയും ഷെല്ലിരാജും പിന്നെ CP വിജയൻ സാറിന്റെ മകൻ റോയും സർവോപരി സാക്ഷാൽ ഗിഫ്റ്റ് മുതലാളിയും തുനിഞ്ഞിറങ്ങിയാൽ ഇത് യാഥാർത്ഥ്യമാകാൻ അത്ര അധികം നേരമൊന്നും വേണ്ട. എടാ പങ്ക, ഈ കാര്യത്തിലേ അങ്ങനെ നിന്റെ ഉപദേശം ഒന്നും വേണ്ട. പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുമ്പോൾ നിനക്കൊരു ബർത്ത്ഡേയുടെ ഒരു അപേക്ഷ സ്റ്റാലിന് കൊടുത്തു പോയിക്കോ. നമ്മുടെ രാജേഷ് ബാബു കൺവീനറായി ഒരു കമ്മിറ്റി നമ്മൾ ഇതിനായി ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത വർഷം അത് യാഥാർത്ഥ്യമാകും. ധനശേഖരാർത്ഥം നമുക്ക് മിമിക്രി പ്രോഗ്രാമും വെക്കാം. നിന്നോടൊക്കെ ഇവിടെ നിന്ന് വിളിച്ച കോമഡി പറയുന്ന പറയുമ്പോ ഉറക്ക പറയാം. ഞാൻ കേട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? ഓ, കേട്ടു കേട്ടു. എന്തൊരു ഊളയാണ് നടന്നവൻ. മേൽപ്പറഞ്ഞ പേരുകൾക്കൊക്കെ മുകളിൽ ഞാനാണ്, ഞാൻ മാത്രം. ആറുമുഖൻ, മുക്കണ്ട് തുറന്നാൽ സർവ്വതും ഭസ്മമാക്കാൻ കഴിവുള്ള പരമശിവന്റെ പുത്രൻ. എന്റെ രണ്ടാമത്തെ മുഖമേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ആറാമത്തെ മുഖം കാണാൻ നിനക്കൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ ഗ്രൂപ്പ് തിരികെ 86-88 ഭൂമിയിലെ സ്വർഗമാകും. ഞങ്ങളുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. ആറുമുഖനും അല്ല, അറുമുഖൻ മുതലാളിയും വേണം. നിന്റെ അസ്ഥാനത്തെ കോമഡി പ്രയോഗമൊന്നും വേണ്ട. അവൻ പറഞ്ഞത് കോമഡിയൊന്നുമല്ല മുതലാളി, അതുമാത്രമാണ് സത്യം. കിട്ടി കിട്ടി മുതലാളി. മുതലാളി പറഞ്ഞ ഡയലോഗ് കിട്ടി. ബ്ലാക്ക് സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞത്. അവന്റെ ഒരു ഓർമ്മ ഇതൊക്കെ പഠിക്കണ കാലത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ കേൾക്കണോ? ഞാനേ പഠിക്കണ കാലത്ത് നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഞാൻ BA കാരനാ. കലയോടുള്ള സ്നേഹം അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നീ BA കാരനാണല്ലേ? അപ്പോൾ നിന്റെ കല കാണിക്കാൻ 50,000-ൽ നിൽക്കില്ല, ഒന്ന് തന്നെ വേണം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ, ആരു നീ ആരു നീ ആരു നീ. ഞാൻ ശ്യാമള CG, കമ്മിങ് ഫ്രം UK, യുണൈറ്റഡ് കിങ്ഡം. നിങ്ങൾ എന്നെ സ്വീകരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, മാഡത്തെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. 60 മുതലാളി
എന്നാ ഞാൻ മുടങ്ങാതെ ഗ്രൂപ്പിലുണ്ടോ? ഇനി നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തു പോകണം, അറുമുഖനൊഴിച്ച്. അത് പറ്റില്ല, സ്റ്റാലിനും വേണം കൂടെ. ഞാനും നിൽക്കാം. ഞാനും നിൽക്കും. ആറുമുഖൻ മാത്രം മതി, ഞാൻ തിന്നൊന്നുമില്ല. ആറുമുഖനെ നമ്മൾ മതി. ഞാൻ ഗിഫ്റ്റ് പറഞ്ഞിട്ട് വരുന്നു. നിങ്ങൾ പണി കഴിപ്പിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളുടെ മുഴുവൻ നടത്തിപ്പും എൻ്റെ കമ്പനിക്ക് തരണം. ലോകത്തിലെ 100 രാജ്യങ്ങളിലും ഞങ്ങളുണ്ട്. ചാരിറ്റിയുടെ പേരിൽ നമ്മൾ കൊയ്യുന്ന കോടികളിൽ ആറുമുഖന് 30%. പോരാ, 50 വേണം. നടക്കാത്ത കാര്യങ്ങൾക്ക് വാശി വേണ്ട. പറ്റില്ലെങ്കിൽ രാജേഷ് ബാബുവിന് കൈ കൊടുക്കും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഓക്കെ. കൃത്യം മാസത്തിൽ തന്നെ കിട്ടണം. ഗിഫ്റ്റിന്റെ ഡീൽ പോലെ കൃത്യം. എല്ലാവരും വരൂ. പറഞ്ഞ പോലെ അടുത്ത വർഷം ഈ സമയം ഒന്നല്ല, ഒരുപാട് ഓൾഡ് ഏജ് ഹോമുകളുടെ ഉദ്ഘാടനം. മോളെ, ഞാനും പോരട്ടെ നിന്റെ കൂടെ? എനിക്ക് എന്തെങ്കിലും ഒരു പണി തരുമോ? പിന്നെന്താ, കൂടെ പോരെ ചേച്ചി. പ്ലെയിനിൽ ഞാനും പൈലറ്റും മാത്രമേ ഉള്ളൂ. നിങ്ങളും പോരെ? നിങ്ങളെ അഴീക്കോട് കടപ്പുറത്ത് ഇറക്കി വിടാം. ദൈവമേ, നീ എന്നെ ഒരു അദാനിയാക്കി മാറ്റുന്നു. നന്ദി നന്ദി നന്ദി. ഹായ് എല്ലാ